നിന്നോട് ഞാൻ എന്താണ് പറയേണ്ടത്? നിന്നെ പറ്റിയോ അതോ എന്നെ പറ്റിയോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിൽ മൗനം വാചാലമാകട്ടെ. ഓർക്കുകയാണ് ഒരു കൊച്ചു സംഭവം. സങ്കടങ്ങളുടെ പെയ്ത്തുകാലം. ആദ്യ ഇൻ്റർവെൽ കഴിഞ്ഞുള്ള പീരീഡിനായി ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. പേരിട്ട് വിളിക്കാനറിയാത്തത്ര സങ്കടങ്ങളും നൊമ്പരവും ദേഷ്യവുമൊക്കെ ഉള്ളിൽ തിളച്ച് മറിയുന്നുണ്ട്. ക്ലാസ്സിലേക്ക് നടക്കും വഴി ചാപ്പലിലെ ജനാലിലൂടെ സക്രാരിയിലെ ഈശോയിലേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കി. ഉള്ളിലെ ദേഷ്യത്തിൻ്റെ ഫുൾ ഡെൻസിറ്റിയിൽ അവനോട് വിളിച്ചു പറഞ്ഞു, എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കണേ? ശരിക്കും നീയുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തുടർന്ന് കുരിശു രൂപത്തിലേക്ക് നോക്കി തറപ്പിച്ചു പറഞ്ഞു, നിന്റെ കുരിശിലെ സ്നേഹമൊന്നും എനിക്ക് മനസ്സിലാകണില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്ക് ഇപ്പോൾ ഇവിടെ. ഈശോയോട് കലഹിച്ച് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കുട്ടികളെല്ലാം 4 വട്ടം ഓടി നടക്കുന്നു. ഉള്ള ദേഷ്യത്തിൽ വടിയെടുത്ത് നന്നായി ഓങ്ങി. എല്ലാവരും അവരവരുടെ സ്ഥലത്തെത്തി. ഒരുത്തന് മാത്രം അവൻ്റെ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും പുറകിലിരിക്കുന്ന കൂട്ടുകാരന് കൊടുത്ത പുസ്തകം തിരിച്ചു വാങ്ങാൻ പോയി വന്നുപെട്ടത് എൻ്റെ കയ്യിലാണ്. അവന് 2 എണ്ണം നന്നായി കൊടുത്തു. എനിക്കറിയാം അവനെ നന്നായി വേദനിച്ചിട്ടുണ്ട്. അവനെ അടിച്ച എൻ്റെ കൈയും മനസ്സും വല്ലാതെ വേദനിച്ചിരുന്നു. അടികൊണ്ട ഉടനെ അവൻ എൻ്റെ മുന്നിൽ പ്രപ്പോസിങ് സ്റ്റൈലിൽ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് 2 കൈയും വിരിച്ചു പിടിച്ച് പിന്നെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഐ ലവ് യു സിസ്റ്റർ. എന്തെങ്കിലും ചിരിക്കാൻ കിട്ടാൻ കാത്തിരിക്കുന്ന എൻ്റെ കുട്ടികളൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ. വീണ്ടും ഷൗട്ട് ചെയ്തു. ഞാൻ അവനോട് ചോദിച്ചു, വാട്ട് ഡിഡ് യു സേ? വളരെ കാമായി അവൻ എണീറ്റു. പിന്നെ വന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ തട്ടി അവൻ എന്നോട് പറഞ്ഞു, ഐ റിയലി ലവ് യു സിസ്റ്റർ. ഒരല്പനേരം അവനങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്നിട്ട് വളരെ ശാന്തമായി അവൻ്റെ സ്ഥലത്ത് പോയിരുന്നു. ആ പിരീഡ് മുഴുവൻ പലതവണ പുറകിൽ പോയി കുട്ടികൾ കാണാതെ ഞാൻ എൻ്റെ കണ്ണുനീർ തുടച്ചു. കാരണം എനിക്കറിയാം, എന്നോട് ഐ ലവ് യു പറഞ്ഞത് ഇഷാൻ ലക്കറ എന്ന ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടിയല്ല, മറിച്ച് അവൻ്റെ തൊണ്ടയിലിരുന്ന് എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞതാണ് ഈ ഐ ലവ് യു. കാരണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ തെളിയിക്ക് എന്ന് അവനെ വെല്ലുവിളിച്ച് ഞാൻ ഇറങ്ങിയിട്ട് കഷ്ടിച്ച് 10 മിനിറ്റേ ആകുന്നുണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീനോസിൻ്റെ കുമ്പസാരമെന്ന തൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ, അതിൻ്റെ അധ്യായങ്ങളിലൂടെ ഒരു യാത്ര നടത്തുമ്പോൾ മനസ്സിലാവുന്ന വലിയൊരു സത്യമുണ്ട്. അഗസ്റ്റിന് തന്നെപ്പറ്റി പറയണമോ, അതെ തന്നെ ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്ന ദൈവസ്നേഹത്തെപ്പറ്റി പറയണമോ എന്നറിയില്ല. കാരണം അയാളുടെ അന്വേഷണം മുഴുവനും ദൈവത്തെ അന്വേഷിച്ചായിരുന്നു. അതിനിടയിൽ അയാൾ ചെയ്യാത്ത കൊള്ളരുതായ്മകളൊന്നുമില്ല. എങ്കിലും തന്നെ ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്ന, തന്നെ വേട്ടയാടി പിടിച്ചു സ്നേഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് അയാൾക്കറിയില്ല അയാളെപ്പറ്റി പറയണമോ അതോ ദൈവത്തെ പറ്റി പറയണമോ എന്ന്. വിശുദ്ധ അഗസ്തീനോസ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിന്റെ വാശിയിലേക്കും നിന്റെ തെറ്റിലേക്കും താഴ്ന്നിറങ്ങും. കാരണം അവന് നിന്നെ സ്വർഗത്തോളം ഉയർത്താനുണ്ട്. അവന് നിന്നെ സ്വർഗത്തോളം വലുതാക്കാനുണ്ട്. നിന്നെ സ്വർഗത്തോളം വലുതാക്കുവാൻ ഭൂമിയോളം ചെറുതായവനാണ് നിന്റെ ദൈവം. അവൻ്റെ സ്നേഹം നിന്നെ വേട്ടയാടുന്നുണ്ട്. നിന്നെ അവന് സ്വന്തമായി വേണം. ഒടുവിൽ നീ അവനിൽ വിലയം പ്രാപിക്കുവോളം അവൻ നിന്നെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ കുമ്പസാരമെന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ ഉള്ള ഭാഷ്യം തീർത്തും ദൈവമനുഷ്യബന്ധത്തിൻ്റെ പ്രണയത്തിൻ്റെ നുരപൊന്തുന്ന ലഹരിയുടെ കുത്തൊഴുക്കിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അഗസ്റ്റിൻ വാസ് റിയലി ആൻ എക്സ്ട്രീമിസ്റ്റ്. എല്ലാം തൊട്ടും അനുഭവിച്ചും അറിയുവാനുള്ള ത്വരയുള്ള ഒരുവൻ. അയാളുടെ ഈ ജിജ്ഞാസ തന്നെ അയാളെ ഒടുവിൽ ദൈവത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ബാല്യത്തിൻ്റെ കുസൃതികളും കന്നത്തരങ്ങളും അയാൾക്കുണ്ട്. കുസൃതി പയ്യൻ പാകമാകാത്ത എത്ര ഫലങ്ങളെയാണ് തല്ലിച്ചതച്ചത്. ബെല്ലും ബ്രേക്കുമില്ലാതെ എത്ര കോമാളിത്തരങ്ങൾ ചെയ്തുകൂട്ടി. കൗമാരത്തിൻ്റെ യാത്രയിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിചാരവികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട്
ചെയ്തുപോയ അപരാധങ്ങൾ എത്രയാണ്. പക്ഷെ അതിനൊന്നും പ്രസക്തിയില്ല. കാരണം വീഴ്ചകളുടെ ചെളിക്കുണ്ടിൽ പോലും ദൈവസ്നേഹം അവനെ അനുധാവനം ചെയ്യുന്നുണ്ട്, അല്ല അവനെ വേട്ടയാടുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ നവനാളിൻ്റെ ഈ ദിനം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശൈശവ ദിശയെ, കൗമാര ചാബല്യങ്ങളെ വിചിന്തന വിധേയമാക്കാം. ദൈവത്തിൽ കുറഞ്ഞതൊന്നുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടാതിരിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾക്കായല്ല ഞാൻ കാത്തു നിൽക്കുന്നത്. ദൈവമേ, അനുദിന ജീവിതത്തിൻ്റെ ഏടുകളിൽ എന്നെ പൊതിയുന്ന നിൻ്റെ സ്നേഹകിരണങ്ങൾക്കായാണ് എൻ്റെ ഹൃദയം വെമ്പുന്നത്.